ചോറും പുളിശ്ശേരിയും നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണ് അല്ലേ? നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു ഇതാണ്. അങ്ങനെ ഇന്ന് നമ്മൾ കട്ട ഡയറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ചോറും പുളിശ്ശേരി ആക്കാൻ തീരുമാനിച്ചു. ഭംഗിക്ക് മിനി മീൻ പൊരിച്ചതും പിന്നെ ഡയറ്റിങ്ങിൽ ആയതുകൊണ്ട് പ്രോട്ടീൻ ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് മുട്ട ഓംലെറ്റും ഒക്കെ ചേർത്ത് നമ്മളൊരു ഡിന്നർ മെനു ആദ്യം സെറ്റ് ചെയ്തു. ഇനിയാണ് ചടങ്ങ്. ഇതാര് കുക്ക് ചെയ്യും? അങ്ങനെ കൂലങ്കഷമായ ചർച്ചയ്ക്കൊടുവിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി. മീനും മുട്ടയും നമ്മൾ പൂക്കിയും പുളിശ്ശേരിയും ചോറും ഞാൻ ഏറ്റെടുത്തു. എങ്കിൽ പിന്നെ ആഡംബരം ഒട്ടും കുറയ്ക്കണ്ട എന്നോർത്ത് ആർക്കും വേണ്ടാതെ മൂലയ്ക്ക് കിടന്നിരുന്ന് ഒരു മാങ്ങയും കൂടെ കൂട്ടി ഇതൊരു മങ്ങപ്പുളിശ്ശേരിയാക്കി തട്ടിക്കൂട്ടാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. ഇനി ഇവിടെ ചിലർക്കൊക്കെ പാട്ട് കേട്ടാലേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് രണ്ടെണ്ണം അടിക്കാൻ വേണം. ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്, ഓരോരോ വളർത്തു ദോഷം, അല്ലാതെന്ത്. അങ്ങനെ വൈബും സെറ്റായി, സാധനങ്ങളും ഒക്കെ സെറ്റായി വരുന്നു, പൂക്കിയും സെറ്റായി. അപ്പൊ പിന്നെ എനിക്ക് സെറ്റാവണ്ടേ? എല്ലാം സെറ്റായ സ്ഥിതിക്ക് രണ്ടെണ്ണം അടിച്ച് ഞാനും സെറ്റായി. ചീത്ത കൂട്ടുകെട്ട്, അല്ലാതെ എന്ത് പറയാനാ. കുക്ക് ചെയ്യുമ്പോ അല്ലറ ചില്ലറ ചായക്കട ഗോസിപ്പൊക്കെ എവിടെന്നേലും കയറി വരാറുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഫാമിലി വ്ളോഗേഴ്സിന്റെ കുടുംബ വഴക്കായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ ഹോട്ട് ടോപ്പിക്. ചുമ്മാ ഒരു മനസ്സുകൾ. അങ്ങനെ പാട്ടും മേളവും ഗോസിപ്പും ഒക്കെ തകൃതിയായി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ ചോറും മാങ്ങാ പുളിശ്ശേരിയും മീൻ പൊരിച്ചതും ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചതിനെ ഇതേ ഇവിടെ ഒരാള് ബ്രൂട്ടീഷൻ ചെയ്ത് മിനുക്കുന്നതാണ് ഈ കാണുന്നത്. ഓരോരോ ഉയ്യാരങ്ങളെ. ഇനി അവസാന താരം നമ്മുടെ മുട്ട ഓംലെറ്റ് ആണ് ഇവിടെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മുട്ട ഓംലെറ്റിന് അംഗഭാഗം ഒന്നും വരാതെ തിരിച്ചിടാനുള്ള ആശാന്റെ കഠിന പ്രയത്നമാണ് ദേ ഈ കാണുന്നത്. നമ്മളിതിലില്ല കേട്ടോ, നമ്മൾ കണ്ടു നിന്നാൽ മതി. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ അടുക്കളയൊക്കെ വൃത്തിയാക്കി നമ്മൾ ഉണ്ടാക്കിയ സംഗതികളൊക്കെ വാരിക്കൂട്ടി ഞാൻ ഇവിടെ ഡിന്നർ ടേബിൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ അത്താഴം ഏറെക്കുറെ സക്സസ് ആയെന്ന് പറയാം. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അത്രയും അങ്ങോട്ട് ആയിട്ടില്ലെങ്കിലും സംഗതികളൊക്കെ ഏറെക്കുറെ ഉഷാറാണ്. ഇനി ഇതിൻ്റെ നടുക്ക് എസ്തെറ്റിക്സിന് ഒട്ടും കുറവ് വരാതെ ഒരു മെഴുകുതിരിയും കൂടെ കത്തിച്ച് വെച്ച് ഇതിനെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് വിശേഷിപ്പിച്ച് നമുക്ക് യുദ്ധത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇനി കാണുമ്പോൾ കാണാം. ബൈ.